കെവിനെ കെവിനെ ഹേ ഗായ്സ്, ഇറ്റ്സ് മീ കരിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ദൂരോട്ട് പോവുകയാണ്, ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാൻ രണ്ടുപേർ വരുന്നുണ്ട്. അവർ ഓൺ ദ വേ ആണ്, അവർ കാറിലാണ് വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായി. അവർ വീട്ടിൽ നിന്നൊരു 5:30 അങ്ങോട്ട് ഇറങ്ങിയത്. അവിടുന്ന് ഇങ്ങോട്ടൊരു 45 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പിന്നെ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ എങ്ങോട്ടാണ്, ആരെയാണ് കാണാൻ പോകുന്നത്, ആരൊക്കെ ഈ ജേർണിയിലുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്നു ഗൈസ്. ഇന്നലെ നല്ല കാറ്റായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ റോട്ടിലോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ എത്താറായെന്ന് പറഞ്ഞു. സോ അവരെത്തിയിട്ട് അവരെ കാണിച്ചു തരാം ഗൈസ്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അവളും വ്ലോഗ് എടുക്കുക ഗൈസ്. അതാ ഇങ്ങനെ, ഇതാണ് ഞങ്ങളുടെ അപ്പോൾ ഞാൻ കയറട്ടെ. അടുത്ത ആള് കൈ കഴിക്കുന്നെങ്കിൽ പറഞ്ഞാൽ കേട്ടോ, ഞാൻ ഓട്ടിക്കാം. അവളുടെ വീട്ടിൽ എന്തായിരിക്കും ഫുഡെന്ന്. നീയാ ചമ്മന്തി ഉണ്ടോ? നീയാ രോഹിത് വോട്ട് യു ഗസ്, എന്ത് ഫുഡായിരിക്കും അവിടെ? അപ്പോ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നോക്കാം ആരാ പറഞ്ഞത് ശരിയെന്ന്. ഗൈസ്, ഞങ്ങൾക്ക് 2-3 വട്ടം വഴി തെറ്റി. സാധാരണ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ഒക്കെ എത്തേണ്ടതാണ്, പക്ഷെ എന്നിട്ട് ഞങ്ങൾ എത്തുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഇപ്പൊ ഞാൻ ഒരു ചലഞ്ച് ചെയ്യാണ്. ഞാൻ ബൈക്ക് ഓട്ടിച്ച് കാണിച്ചിരിക്കും വിത്തിൻ 1 ഇയർ, കേട്ടല്ലോ. അപ്പൊ നമ്മള് ചായക്കട എത്തിയിരിക്കുകയാണ്. ഒരു ചായ കടി കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തിട്ട് കഴിക്കത്തോളൂ. നമ്മൾ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. നല്ലൊരു കോഫിയും പഫ്സും കഴിക്കുകയാണ്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ കാണാൻ പോകുന്ന പറഞ്ഞ ആളില്ലേ, അവളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ. അവളെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പം അവളെന്ന് തന്നെ ഇരിക്കട്ടെ. അവളുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ഗൈസ്, ഞങ്ങൾ ചായയും കടിയൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണ്. കാർത്തി പുതിയ ഹെയർ കളർ, കാർത്തിയുടെ പുതിയ ഹെയർ കളറാണിത്. കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇപ്പൊ നമ്മള് ചായ കുടിച്ച് ബാലരാമപുരം നെയ്യാറ്റിൻകര വഴിയാണോ പോണ്ടത്, വിഴിഞ്ഞം വഴിയാണോ പോണ്ടത്? നിങ്ങൾ കമന്റ് ചെയ്യൂ. ബാലരാമപുരം വഴിയാണോ പോണ്ടത്? ഗൈസ്, ഞങ്ങള് ഞങ്ങള് ചായ കുടിച്ച്, കാരണം നമുക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ആണ് നമ്മള് ചായ കുടിച്ച് ലൈറ്റായിട്ട് പഫ്സും കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുവരെ നമ്മൾ വിശപ്പ് സഹിച്ചിരിക്കും. പക്ഷെ ഇപ്പം അത്യാവശ്യം നോർമലായി. നമ്മൾ ഈ വിശപ്പ് വരുമ്പോഴത്തേക്ക് നമ്മളല്ലാവും എന്നൊക്കെ പറഞ്ഞത്, അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നോർമലായത്. ഗൈസ്, എനിക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ട്. എന്ത് സംഭവം, എന്തുവാ സംഭവം ഈ വീഡിയോയിൽ ഇവിടെ കുറെ ബിൽഡിങ്സ്, ഇഷ്ടംമാതിരി ബിൽഡിങ്സ്.
അതാ ഗായ്സ് നമ്മള് ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. അവിടെ കേറുന്നില്ല. ഇവിടെ ഞങ്ങളൊരു പെയിന്റിംഗ് ഉണ്ട്. സംഭവം ഒരു അടിപൊളി പെയിന്റിംഗ് കണ്ടോ ഗൈസ്. ജയലക്ഷ്മിയുടെ ഫ്ലെക്സ് ഉണ്ടോ? അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ ചിലരോട് ഇരുന്നിട്ട് എനിക്ക് മടുത്ത്. അപ്പൊ ഞങ്ങളൊന്ന് സ്വാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങക്ക് പിന്നെ ഒരു ചെറിയൊരു സ്വഭാവം ഉണ്ട്. എന്താണ്? ഒരു മാമന്താ സൈക്കിളോട്ടി പോണ ഇങ്ങനെ എത്തുമെന്നോ. രണ്ടുപേരും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. ഹൈവേ കൂടെ പോകുന്നു. ഈ മഞ്ഞ സാധനത്തിന് വെച്ചേക്കുന്നത് മഞ്ഞ സാധനം സ്പീഡ് കുറയ്ക്കാൻ, പതുക്കെ പോവാൻ അല്ലേ? ഒരു മാമൻ കാറിൽ കേറാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് ഇവിടെ. ഞാൻ പറയാം 4 സൈഡ് റോഡ് ഉണ്ടായിട്ടാണോ? അതാണോ? പതുക്കെ പോവാൻ വേണ്ടിട്ട്, ശ്രദ്ധിച്ചു പോവാൻ വേണ്ടിട്ട്. പിന്നെന്തുവാ? സിഗ്നൽ ഇല്ല. സിഗ്നൽ ഇല്ലാത്തോണ്ട് ഇങ്ങനെ മഞ്ഞ കളറിൽ ഇടുമല്ലേ? സ്വയം പതുക്കെ പോവാൻ. എന്താ ഒരു സിഗ്നൽ വെക്കാത്ത? കള്ള നോട്ടാണല്ലോ ഗൈസ്. പരിഷ്കാരി ഫ്രം എഴുകോൺ. ഈ പരിഷ്കാരിയുടെ ഗ്ലാസ് എവിടുന്ന് അറിയാമോ? കരിഷ്മയ്ക്ക് റോഡിൽ കളഞ്ഞു കിട്ടിയ സാധനമാണ്. ശരിക്കും എനിക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിൽ തരത്തില്ല. അത് വേറെ. സീരിയസ്ലി ഇത് ഫാസ്റ്റ് ട്രാക്കിന്റെയാ. ഇതിനൊരു കവറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അത് എടുത്തില്ല. പക്ഷെ നീ ഫാസ്റ്റ് ട്രാക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പ്ലാസ്റ്റിക് സാധനമാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ജിമ്മിനോടുള്ള ആത്മാർത്ഥത. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇപ്പൊ ഇവര് ഡ്രൈവ് ചെയ്യുന്ന ഉണ്ണിക്ക് വരെ കൊടുക്കാണ്. ഉണ്ണിക്ക് ഫുൾ എഗ് കൊടുക്കാണ്. നിനക്ക് വൈറ്റ് മാത്രമേ കഴിക്കാവുള്ളല്ലേ? ഇപ്പൊ എത്ര നാളായി? ഞങ്ങള് ജിമ്മിൽ പോകുന്നത് രണ്ടുപേരും 2 ഗോളോട് കൂടാ. എന്ന് വെച്ചാല് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ, ഉണ്ണിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ, മസിൽസ് ഒക്കെ വെക്കാൻ. ഇപ്പൊ എത്ര നാളായി പോയിട്ട്? ഒരാഴ്ച ആവുന്ന. എങ്ങനെയുണ്ട് പോയിട്ട്? എങ്ങനെയുണ്ട്? ആദ്യത്തെ 3 ദിവസം ഭയങ്കര ശരീരവേദനയായിരുന്നു. പിന്നെ നമുക്ക് അതൊരു ഹരമായി. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോ ഇപ്പൊ ചെയ്യിപ്പിക്കുന്ന? ഇപ്പൊ നമ്മള് ഫുൾ ബോഡി ഒക്കെ ആയി. ആദ്യം നമ്മള് വാമപ്പ് ഒക്കെ ചെയ്തോളൂ. ഇപ്പൊ ഫുൾ ബോഡിയിലോട്ട് ഇതൊക്കെ എടുത്ത് തുടങ്ങിയോ? എക്യുപ്മെന്റ്സ് ഒക്കെ ഫുൾ ബോഡി ചെയ്തു തുടങ്ങി. ആക്ച്വലി ഞങ്ങള് ഒരു 6 മണിക്ക് അങ്ങോട്ട്, 6 മണിക്കല്ലേ നമ്മൾ ഇറങ്ങിയത്? 6 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ ഞങ്ങള് 4 മണിക്ക് എണീറ്റ് ഒരു 4 മണിക്ക് എഴുന്നേറ്റു, 5 മണിക്ക് ഇറങ്ങി. 5 മണിക്ക് ഇറങ്ങി. അവിടെ 6 മണിയായപ്പോ എത്തി. പക്ഷെ ഞങ്ങൾ ഇത്തിരി വൈകി, കാരണം ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ കയറി. അങ്ങനെ ചെറുതായിട്ടൊന്ന് വൈകി. അവള് 10 മണിക്ക് എത്തുമല്ലേ? എത്തിട്ടാണ് കഴിക്കേണ്ട. വിശന്നിട്ട് വൈകിയ ജ്യോതിയുടെ വീട്ടിലെ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. It was at this moment he knew he fucked up. അതിനിടയ്ക്കൂടെ കുറച്ച് ഫുഡൊക്കെ വെക്കുന്നുള്ളൂ. നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടാ, പറയാൻ മറന്നില്ല. നട്ട്സ് ഒക്കെ പാക്ക് ചെയ്തിട്ടാ കൊണ്ടുവന്നത്. ജിം ഫുഡാട്ടോ, ഞങ്ങളുടെ ജിം ഫുഡാണ്. എല്ലാവർക്കും കൂടെ എടുത്തു. ഇവളുടെ കുപ്പിയാണ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കണ്ടോ. കുപ്പിയുടെ കളർ, നിന്റെ കളർ, എല്ലാത്തിന്റെ കളർ ഓൾമോസ്റ്റ് സെയിം. നോക്ക്. അതെ ഗൈസ്, നമ്മളിതാ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ മാർത്താണ്ഡത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണെന്ന് അറിയത്തില്ല. തമിഴൊക്കെ എഴുതി വെച്ചേക്കുന്നു. കേരളം വിട്ടെന്നാ തോന്നുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോന്ന്. അല്ല, ഇപ്പൊ മാർത്താണ്ഡത്താണ് നമ്മളിപ്പോ ഉള്ളത്, കന്യാകുമാരി. മുകളിലോട്ട് നോക്ക് ഗൈസ്, മുകളിലൊരു പാലായിരുന്നു. ഞാൻ വെച്ച് മെട്രോ ആണെന്ന്. മെട്രോ ഉണ്ടോ ഇവിടെ? ഇവിടെ ചെന്നൈയിലും ഇവിടെ കൊച്ചിയിലല്ലേ ഉള്ളത് അല്ലേ? ആയിരിക്കാം. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്, പറയുന്നത് ശരിയാണോന്ന്. കമന്റ് കൂട്ടാനുള്ള ടെക്നിക്കാട്ടോ. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ വീഡിയോക്ക് ഞാൻ കമന്റ് ഇടും, എന്റെ വീഡിയോക്ക് അവള് കമന്റ് ഇടും. ആ കമന്റ് മാത്രം ഞങ്ങളുടെ ഷോർട്സിലൊക്കെ ഉള്ളു കേട്ടോ. ഞങ്ങള് എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഇത്ര വട്ടം പറയുന്നില്ല, എന്തെങ്കിലും കമന്റ് ചെയ്യണം. ഇവിടെ ഷെയർ ഒക്കെ ഉണ്ട്, കമന്റ് പോയിട്ട് ലൈക്ക് പോലും ചെയ്യത്തില്ല. ഗൂഗിൾ റിവ്യൂ നമ്മളെ ചതിച്ചോണ്ടിരിക്കുകയാണ്.
ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ഒരു 3-4 ഫോണുണ്ട്. 4 ഫോണിൽ 4 തരത്തിലുള്ള വഴിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് 12 മിനിറ്റ്, ഒരിടത്ത് 10 മിനിറ്റ്. എനിക്ക് കൊള്ളാം കേട്ടോ. ഇങ്ങനെ വഴി ചോദിച്ചു ഇവര് സത്യം പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ചിലവർക്കൊന്നും വഴി അറിയത്തില്ല, പറഞ്ഞുതരാൻ പോലും. ഇത് അടുത്തുള്ള സ്ഥലങ്ങൾ എന്നിട്ടും അവർക്ക് അറിയത്തില്ലല്ലേ. പറയാൻ വേണ്ടി വേറെ ആളോട് ചോദിച്ചിട്ട് പറഞ്ഞതല്ലേ. തമിഴ്നാട്ടിൽ ആക്ച്വലി ഇത്രയും വലിയൊരു വൈഡായിട്ട് കിടക്കുന്നോണ്ടായിരിക്കും സ്ഥലങ്ങൾ അവർക്ക് അധികം അറിയാത്തത്. ഒരു 12 കിലോമീറ്റർ അപ്പുറം അവർക്ക് നമ്മളെ പോലെ ട്രാവൽ ചെയ്യണമെന്നില്ലല്ലോ. നമ്മളെ പോലെ കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന പോലെ അത്രയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊന്നും കാണത്തില്ല. അമ്മാണ്ടി വിള വരെ പോയിട്ടില്ലായിരിക്കും ആൾക്കാർ. നല്ല പേരല്ലേ അമ്മാണ്ടി വിള. കല്ലിക്കട്ടി. ഞങ്ങളിത് പറഞ്ഞിട്ടാണ് പോകുന്നത്. സത്യമായിട്ട് ഞങ്ങൾക്ക് 2 പേരെ അറിയത്തുള്ളൂ. അമ്മാണ്ടി വിള, കല്ലിക്കട്ടി. ഇതും പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊക്കോണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് ചോദിച്ച് പോവാം. അങ്ങനെ തരൂ ഗൈസ്. ഇപ്പൊ നമ്മള് ഒരു ചെറിയൊരു സ്ട്രീറ്റ് വഴിയാണ് പോകുന്നത്. തെരുവ്. ഇവിടെ തമിഴില് തെരുവ് കേറുമ്പോ തന്നെ നമുക്കൊരു വൈബ് ഉണ്ട്. ചെറിയൊരു തമിഴ്നാട്ടിന്റെ ഉൾഗ്രാമത്തിൽ കയറിയ ഒരു ഫീലൊക്കെ ഉണ്ട്. ഞങ്ങൾ ജ്യോതിയുടെ വീട്ടിലെ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇത്ര നേരമായിട്ട് സർപ്രൈസ് പൊട്ടിച്ചില്ലെന്ന് വിചാരിക്കരുത്. ഇത്രയും കഷ്ടപ്പെട്ട് പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം ഞങ്ങളുടെ ഷാദിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും വേണ്ടായിരുന്നു ഇതൊക്കെ വിചാരിക്കും. പക്ഷെ ഞങ്ങൾ ഏറ്റവും അടുത്ത ഒരാളെ കാണാനാണ് പോകുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടു നമ്മൾ വിചാരിച്ചു. നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി വിചാരിച്ചില്ല കേട്ടോ. അവള് ഞങ്ങളുടെ പക്ഷെ സത്യം പറഞ്ഞാൽ അവള് ഞങ്ങളുടെ പറഞ്ഞായിരുന്നു മര്യാദക്കുള്ള വഴി കൂടെ വാ, കുറെ വഴികളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അവളുടെ വാക്ക് കേൾക്കുന്നത് ഞാൻ ഇവിടെ മാസം അടിച്ചു. ഗൂഗിൾ മാപ്പ് ഇല്ലേ, മാപ്പ് നോക്കി പോകും. ഞാൻ ഗൂഗിൾ മാപ്പ് ഇല്ലേ, ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ പറഞ്ഞിട്ടാണ് വന്നത്. ആകെ നഷ്ടം പെട്രോള് കുറച്ച് എരിയെന്നുള്ളൊരു വശം മാത്രം. അല്ലാത്ത പക്ഷെ നമുക്ക് അത്ര കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ റിഗ്രറ്റ് ഉണ്ട് അവള് പറഞ്ഞ കേട്ടാ മതി. നമ്മൾ വിചാരിച്ചാൽ നമ്മള് അവള് പണ്ടത്തെ പോയി പണ്ടത്തെ അവളുടെ വാക്ക് കേൾക്കേണ്ടത്. അവളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവളെയാണ് കാരണം നമ്മൾ ഈ കാണാൻ പോകുന്ന പറഞ്ഞ ആളില്ലേ, അവളുടെ വീട്ടിൽ നിന്നാണ് നമ്മള്. അവളെന്ന് ഞാൻ പറഞ്ഞു പോയി ഒട്ടനെ എന്നെ കാണാൻ. അതെ, ഇപ്പൊ ഒരു സ്ത്രീ ആയിട്ടുണ്ട്, കുടുംബശ്രീ. ചിലരെ കൈയൊക്കെ വെക്കുന്നു തലയിൽ. അഖിലേഷ് ദാസ്, രോഹിത് സുന്ദരേഷ് പിള്ള. ഇവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഗ്രാമം വന്ന കുറെ തെങ്ങും തോപ്പും. ഞങ്ങള് വരുന്ന വഴിക്ക് ഒരു വലിയൊരു വാഴത്തോട്ടം കണ്ടായിരുന്നു ഗൈസ്. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര വലിയൊരു തോട്ടമായിരുന്നല്ലേ. അത് കേരളത്തിലായിരുന്നു, തിരുവനന്തപുരത്ത്. ഒരു വാഴ, മരവാഴ, പടുവാഴ. ഞാൻ മാത്രം സാധാ വാഴ. ആക്ച്വലി ഇവക്ക് തമിഴ് നല്ലപോലെ അറിയാം ഗൈസ്. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നല്ലതുപോലെ സംസാരിക്കും. ഞാൻ കുറച്ച് തമിഴ് ചോദിക്കാം, നീ തമിഴിൽ എനിക്ക് മറുപടി ഇതാ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? ഹോബി, ലൈക്ക് വീട്ടിലായാല് ഉറങ്ങുന്നത്. ഓക്കെ. ഹെയർ ரொம்ப ക്യൂട്ടാ இருக்கு. எப்ப கலர் ചെയ്തது? ജസ്റ്റ് ബാക്ക് കാണിച്ചു. നല്ല രസമുണ്ട്. അതെ അതെ, ரொம்ப நல்லா இருக்கு. நீ ரொம்ப அழகா இருக்கு. இப்படி അല്ല, കളർ ചേരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി. അവളുടെ വീട് ഈ പള്ളിയുടെ കോമ്പൗണ്ട് വഴിയാണ് അവളുടെ വീട്ടിലോട്ട് കയറേണ്ടത്.
എല്ലാത്തിനും കാരണം രണ്ടുപേർക്ക് ഈ വീഡിയോയ്ക്ക് ഇത് കൂടിയ റേറ്റ് കൂടിയ അതിന് പപ്പാത് ചേർന്ന് എനിക്ക് തരണം. ആകെ 4-3 7 പേര് 3 പേര് നമുക്ക് തരാം. മനസ്സിലായില്ല. വ്യൂ കൂടത്തില്ലേ? ഈ വീഡിയോക്ക് വ്യൂ കൂടിയാ എനിക്ക് ഷെയർ തരണോ? 3 പേര് 7 പേരില് 2 പേര് 7 പേരില് കാണുന്നത് ഞങ്ങൾ 2 പേര്, ബാക്കി 5 പേര്. അതിൽ 2 പേര് ഹലോ ഗൈസ്. ഗൈസ് അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെഡി ചെയ്തു. കണ്ണുകൊള്ളാവോ എഴുതിയിരിക്കുന്നത്? ഞാൻ കൊച്ചിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നിന്നെ ചെറുതായിട്ട് ആക്കിപ്പോയി. ഇവരുടെ ഇതിനകത്ത് നിന്നെ കൊള്ളാൻ പറ്റും. ഈ പെണ്ണെന്ന് തോന്നുന്നു സടക്ക്. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ മോള് ചിക്കൻ റൈസ് കഴിക്കുകയാണ്. ചിക്കൻ റൈസ് അത് അടിച്ചത് വെള്ളമായിപ്പോയി. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുടിക്കുന്നത്. ഭാവി ഭാവി ചിക്കൻ റൈസോ ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചോട് കള്ളി. ഗൈസ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. സംഭവം നമ്മൾ ഒരു ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ജ്യോതി നമുക്ക് വേണ്ടി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു. അതെ 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 കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ പോകാനാണ് പ്ലാൻ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നില്ല. ഓൾറെഡി ഈ ഫ്രെയിം ഞങ്ങൾ ചെയ്ത് കൊടുത്ത കേട്ടോ, വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി ബീച്ചിൽ പോയിട്ടാണ്. ഗൈസ് ഞങ്ങളങ്ങനെ മുട്ടം ബീച്ചിലെത്തി. ഇവിടെ വരുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ് ഇത്. അപ്പോൾ നല്ലൊരു എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ പാറകളും കുറച്ച് കുന്നുപോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയാണ് എൻട്രി വരുന്നത്. ഇതാരാ ടവല? ഓ അപ്പൊ ടവലൊക്കെ പിടിച്ചതാണെങ്കിൽ അപ്പൊ ഇനി അടുത്ത് എപ്പോഴാ കുഞ്ഞിനെ പിടിക്കുന്നത്? ഇവിടെ ഫുള്ള് പാറ. ഷെഡ് കുറേ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അവൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം കൊള്ളാം കേട്ടോ. ആ ഒരു ഏരിയയിലെ കുറച്ച് കുന്നും അവിടെ എന്തൊക്കെയൊക്കെയോ ബിൽഡിംഗ് ഒക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് പിള്ളേർ കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ കയറി കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ്. ഫുഡൊക്കെ ഇവിടെ ജ്യോതിയുടെ പ്രിപ്പറേഷൻ ആണിത്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും കൊള്ളാം അല്ലേ ജ്യോതി? കാർത്തിയും പറഞ്ഞു കൊള്ളാം. നോക്കട്ടെ. ഇവിടെയൊക്കെ സെറ്റാണ് കേട്ടോ. ഇവിടെ പക്ഷെ ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് സീനാണ് ഇവിടെ. തിരയുടെ ആ ഒരു പൊക്കം കണ്ടോ? അപ്പം നമ്മൾ നൈറ്റെത്തിയാണ്. സമയം ഏകദേശം 4:15 നമ്മൾ ഇവിടെ നിന്ന് ബൈ ബൈ പറയുന്നു. ഓക്കെ വ്ളോഗ് ഇവിടെ തീരുന്നില്ല. നമ്മൾ വീട്ടിലെത്തുന്നവരെ വ്ളോഗ് ഉണ്ട്. ബൈ 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 ബൈ.
ഗൈസ് ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഏതാ ഗൈസ് ഞങ്ങളങ്ങനെ ചിക്കിങ്ങിൽ വന്ന് ഫ്രഞ്ച് ഫ്രൈസ്, ഇത് കൊക്കക്കോള ഇല്ലേ, പിന്നെ ഇതൊക്കെ മേടിച്ച് ഗൈസ്, അത്രേ ഉള്ളൂ. ഒരാളിവിടെ ഞാൻ വ്ലോഗ് ചെയ്ത് തുടങ്ങുമ്പോഴേ ചിലവരൊക്കെ ഇങ്ങനെ കിടക്കുക. ഒരു സ്വഭാവം നോക്കണേ. ചിക്കൻ പിസ്സാസ് ഒന്നും എഴുതിയിട്ടുണ്ട്, ചിക്കൻ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് സീ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ. അൺടിൽ നെക്സ്റ്റ് ടൈം, ടാറ്റാ.